ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഫാമിലിയായിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ വിചാരിച്ച് കുറച്ച് പഴങ്ങളും ഫ്രൂട്ട്സൊക്കെ വാങ്ങാം. അപ്പോൾ നിങ്ങളെ ഒന്ന് പഞ്ചാബി ചന്ത ഒന്ന് കാണിക്കാമെന്നൊക്കെ വിചാരിച്ച്. ഇതിവിടുത്തെ ഒരു ചെറിയൊരു സിറ്റി. ഇതിനപ്പുറത്തോട്ട് വലിയ സിറ്റികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വിശാൽ മെഗാ മാർട്ട്. ഇവിടെയാണ് നമ്മളെല്ലാം മേടിക്കാൻ വേണ്ടി അധികം വരുന്നത്. ഇവിടെയാണ് എല്ലാം ഒന്നിച്ച് കിട്ടുമല്ലോ. പിന്നെ ഇതാണ് നമ്മുടെ പച്ചക്കറി ചന്ത. ശനിയാഴ്ചയാണ് ഇവരിത് തുറക്കാറ്. ഇന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് എല്ലാം ഒന്നും അവരെടുത്ത് വെച്ചില്ല. ഒന്ന് സ്റ്റാർട്ടായി വരുന്നതേ ഉള്ളൂ. കാരണം താമസിച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാവും. പിന്നെ നമുക്ക് ഒത്തിരി സമയം വൈകും. അതുകൊണ്ടാണ് നമ്മളിന്ന് നേരത്തെ ഇറങ്ങി. അല്ലാണ്ടും വേറെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരത്തെ പോന്നു. ഇവിടെ മിക്ക സാധനങ്ങളും, നാട്ടിലെ എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ കിട്ടും. എല്ലാ പച്ചക്കറിയും കിട്ടും. നാട്ടിൽ കിട്ടാത്ത എന്തൊക്കെയോ പച്ചക്കറികൾ ഇവിടെ ഉണ്ട്. നമ്മളതൊന്നും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ല. പിന്നെ നമുക്ക് പിന്നെ മെയിനായിട്ട് ക്യാമ്പസിൽ സബ്ജി വരാറുണ്ട്. അവിടെ ചെല്ലണം, നമ്മൾ നേരത്തെ ചെല്ലണം. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേ ചെന്നാലേ നമുക്ക് സബ്ജിയൊക്കെ കിട്ടുകയുള്ളൂ. പിന്നെ നമ്മളിവിടുന്നെല്ലാം കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും മിക്കപ്പോഴും സബ്ജിയും എല്ലാം തീരും, ഫ്രൂട്ട്സൊക്കെ തീരും. അതുകൊണ്ട് മിക്കപ്പോഴും ഇവിടെ വന്ന് മേടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുന്ന് അല്ലെങ്കിൽ വേറെ ചെറിയ ചെറിയ ഇതൊക്കെയുണ്ട്, അവിടെ നിന്നൊക്കെ പോയി ഞങ്ങൾ മേടിക്കും. ഇത് നമ്മുടെ പീച്ച്. ഇതിന് കിലോയ്ക്ക് ഇവർ 150 രൂപയാണ് പറഞ്ഞത്. നല്ലതാണ്. ചെറിയൊരു മധുരവും പുളിയൊക്കെ ഉണ്ട് അതിന്. ഇത് പ്ലമ്മ്. എനിക്കിവിടുത്തെ പ്ലമ്മ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതാണ്. അതിന് 100 രൂപയാണ് കിലോയ്ക്ക്. നല്ല മധുരവും നല്ല കളറും ഒക്കെയാണതിന്. പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് ഇതിൻ്റെ തോട്ടമൊക്കെ ഉണ്ട്. എല്ലായിടത്തും തന്നെ ഉണ്ട് ഇത്. വിലക്കുറവുണ്ട് കേട്ടോ. നല്ല 100 രൂപയുള്ളൂ. നാട്ടിലെങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇത്രയും കുഞ്ഞു പ്ലം ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. പിന്നെ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ക്യാബേജില്ലേ, ഇതിന് 5 രൂപയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് ഇവർ തൂക്കം അനുസരിച്ച്, തൂക്കത്തിന് ഇവർ ചിലപ്പം തൂക്കം 10 രൂപ അങ്ങനെയൊക്കെയാണ് ഇവിടെ. അതിനനുസരിച്ചൊക്കെ ഇവർ തരുന്നത്. നമ്മുടെ അകത്താണെങ്കിൽ തീരെ വിലക്കുറവാണ്. പിന്നെ ഞാൻ ഏറ്റവും ആദ്യം പോയി സബ്ജിക്കടയിൽ ചെന്നാൽ തന്നെ ആദ്യം ഞാൻ നോക്കുന്നത് കോവയ്ക്ക ഉണ്ടോയെന്നാണ്. കോവയ്ക്കയാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പം ഞാൻ ആദ്യം തന്നെ കോവയ്ക്ക എടുത്തു. പിന്നെ പാവയ്ക്ക, പിന്നെ വെണ്ടയ്ക്ക, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത്. ആകെ 100 രൂപയേ ആയുള്ളൂ അവിടെ. അത്രയും സാധനങ്ങൾ മേടിച്ചിട്ട് ഞാൻ. പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഞാൻ വാങ്ങി. എന്നിട്ടും അത്രയേ ആയുള്ളേ. പിന്നെ മാങ്ങ ഇത് ഇങ്ങനത്തെ കിട്ടുകയുള്ളൂ ഇവിടെ. ഇപ്പം ഈ സമയത്ത് ഇങ്ങനത്തെ കിട്ടുകയുള്ളെന്നാണ് ഇവർ പറയുന്നത്. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മാറി വരുമെന്ന് പറയും. നമ്മൾ ആദ്യമായതുകൊണ്ട് നമുക്കറിയില്ല. ഇയാൾ 140 രൂപയാണ് കിലോയ്ക്ക് പറഞ്ഞത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അടുത്ത് കുറേ സ്ഥലത്തുണ്ട് അവിടെ. അപ്പോൾ അവിടെയൊക്കെ മാറി നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവർ 100 രൂപ പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു 3 കിലോ മാങ്ങ വാങ്ങി. കുഴപ്പമില്ല, ചെറിയ പുളിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ പച്ചക്കറി ഷോപ്പ്. പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം കൂടി ഇങ്ങനെ നിന്ന് ഇവരവിടുന്ന് ഇവിടുന്ന് എല്ലാം വിളിക്കും. പഴം ഞാൻ മേടിക്കാൻ ചെന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു മേടിച്ചെന്ന് പറഞ്ഞ്. അതാണ് അയാൾ അങ്ങനെയൊക്കെ കാണിച്ചത്. നല്ല മനുഷ്യരാട്ടോ അവർ. പഞ്ചാബിയും ഹിന്ദിയും എല്ലാം കൂടി മിക്സ് ചേർന്നാണ് ഇവർ സംസാരിക്കുന്നത്. പിന്നെ ഉള്ളിക്ക് 20 രൂപയുള്ളൂ കിലോയ്ക്ക്. പിന്നെ നാരങ്ങയ്ക്ക് 1/4 കിലോയ്ക്ക് 50 രൂപ. അത് ഇവിടെ എല്ലാ വീടുകളിലും ഉണ്ട് നാരകം. എന്നിട്ടും എന്താണെന്നറിയില്ല അത്രയും വില. പിന്നെ തക്കാളിക്ക് 20 രൂപയുള്ളൂ കിലോയ്ക്ക്. അത് കുറയുമെന്നാണ് പറഞ്ഞത്. 10 രൂപയിലോട്ടൊക്കെ വരുമെന്ന് പറഞ്ഞു. 10, 5ഒക്കെ ആവുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതെല്ലാം കൂടി വാങ്ങി ഞാൻ സബ്ജി ഒരു 8 കൂട്ടം സബ്ജി വാങ്ങിയിട്ട് എനിക്കൊരു 200 രൂപയുടെ അടുത്തേ വന്നുള്ളൂ. നമ്മൾ ഇതേ സെയിം അകത്തുനിന്ന് വാങ്ങുന്നതെങ്കിൽ ഇതിൻ്റെ പകുതിയേ വരുള്ളൂ. 100 രൂപയ്ക്ക് നമുക്ക് ഇഷ്ടം പോലെ സബ്ജി കിട്ടുമേ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.